എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഉണ്ണിമോളും ഗിരിദേവനും കിഴക്കേ വാതിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗിരിദേവൻ ഉണ്ണിമോളോട് ചോദിച്ചു, അല്ല ഉണ്ണിമോള് ധരിച്ചു വെച്ചിരിക്കുന്ന എന്താ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞ് എന്താന്ന് ചോദിക്കുക. പക്ഷെ ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഗിരിദേവൻ പറഞ്ഞു തരുന്ന, കാരണം മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം, അത് ബാക്കി സൗന്ദര്യമല്ല അല്ലേ ഗിരിദേവാന്ന് ചോദിക്കുകയാണ്. അതെ, ഉണ്ണിമോള് പറഞ്ഞ കാര്യം കൃത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പുറമേ കാണുന്ന കണ്ണിന്റെ വലിപ്പോ അല്ലെങ്കിൽ പിരുകത്തിന്റെ കട്ടിയോ മൂക്കിന്റെ അഴകോ ഇതൊന്നും അല്ല നമ്മുടെ സൗന്ദര്യം. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയാം. ഉണ്ണിമോൾക്ക് ചെറുതാണെങ്കിൽ ഉണ്ണിമോൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഗിരിദേവൻ പറഞ്ഞു കഴിഞ്ഞപ്പോ. പിന്നീട് ഉണ്ണിമോള് ചോദിച്ചു, അല്ല സുന്ദരിയുടെ കാര്യം എങ്ങനെയായി? ഗിരിദേവൻ സുന്ദരിയെ കുറിച്ച് പറഞ്ഞില്ലോ എന്ന് പറയാം. പിന്നീട് ഗിരിദേവൻ സുന്ദരിയെ കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ സുന്ദരിക്കും സുന്ദരിയുടെ അനിയത്തിമാർക്കും എല്ലാം വേണ്ടി വിവാഹം ആലോചിച്ചു. അങ്ങനെ അവസാനം വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ ബാക്കി രണ്ടുപേർക്കും വരനെ കിട്ടി. പക്ഷെ സുന്ദരിക്ക് മാത്രം വരനെ കിട്ടിയില്ല. കാരണം എന്താ? സുന്ദരിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് സുന്ദരി ആരെയും മുഖം കാണിച്ചിരുന്നില്ല. അങ്ങനെ സുന്ദരി മുറിയിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് ബാക്കി രണ്ട് അനിയത്തിമാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യണം, സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് കാണുവാണ്. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊഴുത്തിക്കൊണ്ടിരുന്നു. ഒരാൾ പറഞ്ഞു, എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയാവോ? എന്റെ കണ്ണ് കണ്ടിട്ടാ അദ്ദേഹം പെണ്ണ് ചോദിച്ചെന്ന് പറയാം. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, തൃക്കാർത്തിയുടെ അന്ന് പോയ സമയത്ത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് എന്റെ പുരുഷൻ കണ്ടത്, അന്ന് മുതൽ എന്നെ ഇഷ്ടമായിരുന്നു പോലും. അങ്ങനെ ആലോചിച്ചേ, എത്രയൊക്കെ പറഞ്ഞാലും എന്റെ പുരുഷനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി. അദ്ദേഹത്തിന് പോയിട്ടുള്ള തിരിഞ്ഞോട്ടം ഒന്ന് കാണാൻ ശരിക്കും ഒരു കാമതവനെ പോലെയായിരുന്നു പറയാം. ഇതെല്ലാം സുന്ദരി കേൾക്കുന്നുണ്ടായിരുന്നു. സുന്ദരിയുടെ മനസ്സിന് വിഷമമുണ്ട്. തനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ തന്നെ ആർക്കും വേണ്ടാത്ത അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. പിന്നീട് പറഞ്ഞു, എന്നാലും നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുന്ന സമയത്ത് സുന്ദരിയുടെയും കൂടെ വിവാഹം നടക്കണമെന്നായിരുന്നല്ലോ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം. ഇനിയിപ്പോൾ അത് നടക്കാൻ പോകും തോന്നില്ല. കാരണം അവൾക്ക് പറ്റിയ വരനെ ഇതുവരെയായിട്ടും കിട്ടിയില്ലോ എന്ന് പറയാം. ഇങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുന്ദരിയുടെ അമ്മയും കൂടെ വന്നു. സുന്ദരിയുടെ അമ്മ വന്ന് സുന്ദരിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട കേട്ടോ, നിനക്കും ഉള്ള വരനെ അച്ഛൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. നിനക്കും വരനായിട്ടുണ്ട്. എല്ലാവരുടെയും വിവാഹം ഉടനെ തന്നെ നടക്കും. ഒരു കാര്യം ചെയ്യാം, നീ ഇവരുടെ കൂടെ നീയും കൂടെ ഒരുങ്ങി വരാൻ പറയാണ്. ഇത് കേട്ട് ഞാൻ ബാക്കി അനിയത്തിമാരും പറഞ്ഞു, ഇപ്പൊ സമാധാനമായി, എന്താണെങ്കിലും അവളുടെ വിവാഹം കൂടെ നമ്മളൂടെ നടക്കൂലോ എന്ന് പറയാണ്. പിന്നീട് സുന്ദരിയും ബാക്കി രണ്ടുപേരും കൂടെ ഒരുങ്ങുമായിരുന്നു. അതിനുശേഷം കല്യാണ മണ്ഡപം ഒരുങ്ങി. മണ്ഡപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ നാട്ടടപ്പനുസരിച്ചുള്ള ഒരു തീ കൊണ്ടോ അങ്ങനെ അഗ്നി കൊണ്ടോ അതിനു ചുറ്റും കുറെ ആൾക്കാരും എല്ലാം നിൽക്കുവാണ്. ഈ സമയം സുന്ദരിയുടെ അച്ഛൻ പറഞ്ഞു, ദേശക്കാരെ എല്ലാം വിളിച്ച് ഭംഗിയായിട്ട് ഈ കർമ്മം നടത്തണതായിരുന്നു എൻ്റെ ആഗ്രഹം, കുട്ടികളുടെ വിവാഹം. പക്ഷേങ്കിൽ സുന്ദരിക്ക് മാത്രം ആ സമയത്ത് വരനെ കിട്ടാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അധികം ആൾക്കാരെ ഒന്നും അറിയിക്കായിരുന്നു. എന്തായാലും കൃത്യസമയത്ത് തന്നെ സുന്ദരിക്കുള്ള വരനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. ഈ സമയത്ത് ബാക്കി 3 പേരും കൂടെ ഒരുങ്ങി അങ്ങോട്ട് വരുവാണ്. അവരെ 3 പേരും കൂടെ ഒരുങ്ങി അങ്ങോട്ട് വന്നു. അവിടെ നിൽക്കുവാണ്. അവിടെ നിന്ന് കഴിഞ്ഞപ്പം അവർക്ക് ഇടാനുള്ള മാലകളെല്ലാം റെഡിയായിട്ടുണ്ട്. അങ്ങനെ സുന്ദരിയുടെ അല്ലാതെ സുന്ദരിയുടെ അനിയത്തിമാരുടെ ചെറുപ്പക്കാരെ കാണാൻ നല്ല ഭംഗിയാ. പിന്നീട് തമ്പുരാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം മാലയിടിയിൽ ചടങ്ങ് നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ പൂജാരി മാല എടുത്തു കൊടുത്തപ്പം അങ്ങനെ ബാക്കി 2 അനിയത്തിമാരുടെ കഴുത്തേലും മാലയിട്ട് അവര് വധുവരന്മാരാകുവാണ്. ഈ സമയം സുന്ദരിക്കുള്ള ആള് മാത്രം വന്നില്ല. അപ്പൊ ഒരാൾ ചോദിച്ചു, അല്ല സുന്ദരിയുടെ ഭർത്താവ് ആവാൻ പോകുന്ന ആളെ കണ്ടില്ലോ എന്ന് പറയണം. ഈ സമയത്താണ് അങ്ങോട്ട് കയർന്നു വന്നേ. ശരിക്കും സുന്ദരിയുടെ അച്ഛനേക്കാളും കൂടുതൽ പ്രായമുണ്ട് അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഒരു സന്യാസിയുടെ പോലെ ഒരു വേഷമൊക്കെ ധരിച്ച ഒരാളാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. എല്ലാവരും പരസ്പരം ഇങ്ങനെ ആകാംക്ഷപൂർവ്വം നോക്കുവാണ്. ഇയാളാണോ സുന്ദരിയുടെ ഭർത്താവ് എന്ന രീതിയിലാണ് നോക്കുന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് ഇച്ചിരി താമസം വന്നു, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയണം. പിന്നീട് അയാളുടെ കയ്യിലേക്ക് പൂജാരി മാല എടുത്തു കൊടുത്തപ്പോൾ സുന്ദരിയുടെ കയ്യിലേക്കും കൊടുത്തു. അങ്ങനെ പരസ്പരം മാല ഇടാൻ പറയാണ്. അങ്ങനെ തല കുനിച്ചു കൊടുക്കാണ്ട് സുന്ദരി വിസമ്മതിച്ചു. സുന്ദരി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം തമ്പുരാൻ പറഞ്ഞു, മോളെന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ? അങ്ങനെ അവസാനം സുന്ദരി തല കുനിച്ചു കൊടുക്കുകയാണ്. തല കുനിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അയാൾ മാലയിട്ടു. മാലയിട്ട് പിന്നീട് സുന്ദരിയും തിരിച്ച് മാലയിടുവാണ്. സുന്ദരിക്ക് മനസ്സിന് എന്താ ബുദ്ധിമുട്ടൊന്നും നമുക്ക് പോലും അറിയാൻ പാടില്ല. കാരണം അച്ഛനേക്കാളും കൂടുതൽ പ്രായമുണ്ട്. ഒരു സന്യാസിയെ പോലെ തോന്നുന്നു, സന്യാസിയാണെന്ന് തോന്നുന്നേ. അങ്ങനെ കൈ പിടിച്ച് അവര് വലത് വെക്കുവാണ്. ആ അഗ്നികുണ്ഡത്തിന് ചുറ്റും വലം വെക്കുവാണ്. ഇത്തരം പറഞ്ഞ് ഗിരിദേവൻ നിർത്തി. ഉണ്ണിമോള് ചോദിച്ചു, അല്ല ഗിരിദേവൻ എന്താ നിർത്തിയത്? പിന്നീട് സുന്ദരിക്ക് എന്താ സംഭവിച്ചേ? സുന്ദരിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നോ? എന്താ ഗിരിദേവൻ ഒന്നാ മിണ്ടായിരിക്കുന്നത് എന്താന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, കല്യാണത്തിന് ശേഷം
തമ്പുരാൻ എന്ത് ചെയ്തു? ഇഷ്ടം പോലെ സ്വർണവും പണവും എന്ന് വേണ്ട വേണ്ടുന്ന സാധനങ്ങളെല്ലാം 3 മക്കൾക്കുമായിട്ട് വീതിച്ചു നൽകി. അത് മാത്രം കുറെ പശുക്കളെ കാര്യങ്ങളെല്ലാം കൊടുത്തു. പക്ഷെ ബാക്കി 2 മക്കളും ഇതെല്ലാം സ്വീകരിച്ചു. സുന്ദരിയുടെ ഭർത്താവ് മാത്രം സ്വീകരിച്ചില്ല. അതെന്താ സ്വീകരിക്കാത്തെ? സുന്ദരിയുടെ ഭർത്താവ് പറഞ്ഞു, എനിക്കിതൊന്നും വേണ്ട. കാരണം ഇതെല്ലാം കൊണ്ടുപോയി വെക്കാനായിട്ട് എനിക്കൊരു അടച്ചുറപ്പുള്ള വീടില്ല, ഒരു മുറിയോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പശുക്കളെ കൊണ്ടുപോയി മേയ്ക്കാനോ കെട്ടാനുള്ള സ്ഥലങ്ങളും ഇല്ല. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഞാൻ താലി കെട്ടി എന്റെ സുന്ദരിനെ മാത്രം മതി എന്ന് പറയാ. ഇത് കേട്ടപ്പോ ഉണ്ണുമോൾക്ക് അത്ഭുതമായി. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? സുന്ദരിക്ക് മാത്രം ഒന്നും വേണ്ടാന്ന്? അതോ, അതിന് കാരണമുണ്ട്. സുന്ദരിനെ കൈ പിടിച്ചോണ്ട് അയാൾ കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് അറിയാവോ? നമ്മൾ ഈ നിൽക്കുന്ന ഇങ്ങോട്ടാ കൊണ്ടുവന്നേ, ഈ കിഴക്കേ വാതിലിലേക്ക്, ഈ കാട്ടിലേക്ക്. ഒരു മരച്ചൂടായിരുന്നു അദ്ദേഹത്തിന്റെ വീടെന്ന് പറയാം. ഉണ്ണുമോൾക്കൊന്നും മനസ്സിലായില്ല. ഗിരിദേവൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരച്ചൂടോ? ആ കാണുന്ന മരച്ചൂടില്ലേ, ആ സുന്ദരി ഇരിക്കുന്ന ആ മരച്ചൂടായിരുന്നു അവര് താമസിച്ചിരുന്നേന്ന് പറയണം. പിന്നീട് ഗിരിദേവൻ ആ കഥകളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ സുന്ദരിനെയും വിളിച്ചോണ്ട് ആ കാട്ടിലേക്ക് വരുവാണ് അയാള്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഒരു പുല്ലും കൊണ്ടൊരു ഷെഡ് പോലെ, അതായത് ഒന്നും മറച്ചിട്ടൊന്നുമില്ല, മോൾ ഭാഗം മാത്രം നനയാതെ മറച്ചു വെച്ചിട്ടുള്ളൂ. ഒരു കട്ടില് പോലെ ഒന്നും ഇട്ടിട്ടുണ്ട് 4 കാലുള്ള. അത്തല്ലൊരു പായുണ്ട്. അതായിരുന്നു അയാളുടെ കൊട്ടാരം എന്ന് പറഞ്ഞാല്. അങ്ങനെ സുന്ദരി ആ കട്ടിലെ വന്നിരിക്കുന്ന സമയത്താണ് അയാളും കൂടെ വരുന്നത്. വന്നിട്ട് ചോദിച്ചു, അല്ല സുന്ദരിക്ക് വിഷമമായി നിൽക്കാൻ? എന്തിന്? അല്ല, ഒരു കൊട്ടാരമില്ല, അറിയാലോ, അടച്ചുറപ്പുള്ളൊരു വീട് പോലും ഇല്ല. എന്റെ കൂടെ ഇറങ്ങി വന്നതിന് സുന്ദരിക്ക് വിഷമമുണ്ടോന്ന് ചോദിക്കുക. സുന്ദരി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൂ. കാരണം ഞാനൊരു സന്യാസി ആകാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ആളാ. പക്ഷേങ്കിൽ എനിക്ക് എന്തുകൊണ്ടോ അതിന് സാധിച്ചില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ അതിന് ശ്രമിച്ചതുമില്ല. പിന്നീടാണ് സുന്ദരിയെ വിവാഹം കഴിക്കാനായിട്ട് ഇടയായത്. അതുകൊണ്ട് എനിക്ക് വലിയ സൗഭാഗ്യങ്ങളോ വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. സന്യാസിയായി നടക്കുന്ന ആൾക്ക് വീടിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാ. പക്ഷെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ സുന്ദരിയുടെ കഴുത്തില് താലി അറുത്താനായിട്ട് ഇടയായത്. ഇനി സുന്ദരിക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് തുറന്നു പറയാന്ന് പറയാം. പക്ഷെ സുന്ദരി അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സമയം അയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ സുന്ദരി മുഖം മറച്ചിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ മുഖം മറച്ചിരിക്കുന്നേ? എന്നെ പേടിയായിട്ടാണോ? എന്നെ പേടിക്കണ്ട, ആ കൈ അങ്ങോട്ട് മാറ്റുക, മുഖം ഞാനൊന്ന് കാണട്ടെ എന്ന് പറയാം. സാരിത്തലപ്പ് വെച്ചാ മുഖം മറിച്ചിരുന്നേ. സുന്ദരി, നീ വേണ്ട, എന്റെ മുഖം കാണണ്ടാന്ന് പറയാം. അതെന്താ, മുഖം കണ്ടാല്? ആ കൈ അങ്ങോട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ സുന്ദരി വിട്ടുകൊടുത്തില്ല. സുന്ദരി പറഞ്ഞു, ഒരുപക്ഷെ എന്റെ മുഖം മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടില്ല, ഒരിക്കലും ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോവും, എനിക്കത് ഉറപ്പുള്ള കാര്യമാണ്. അതെന്താ അങ്ങനെ പറയണ സുന്ദരി? ഞാനൊന്ന് കാണട്ടെ, എനിക്ക് ഈ മുഖം കാണണമെന്ന് പറയാണ്. അയാളെ മുഖം മൂടി അങ്ങോട്ട് മാറ്റുവാണ്. ആ സാരി അങ്ങോട്ട് മാറ്റി. സാരി മാറ്റി കഴിഞ്ഞപ്പോൾ സുന്ദരിയുടെ മുഖം കണ്ടു. നന്നായിട്ട് കറുത്ത്, നല്ലൊരു കറുത്ത രൂപ. പക്ഷെങ്കിൽ അത് കണ്ടിട്ട് അയാൾക്ക് ഭയോ ഇഷ്ടക്കേടോ ഒന്നും തോന്നിയില്ല. സുന്ദരി തന്നെ കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്നു. സുന്ദരിക്ക് സൗന്ദര്യം ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ശരിക്കും പറഞ്ഞ ഒരു ദേവീനെ പോലെ തന്നെയുണ്ടെന്ന് പറയാം. സുന്ദരി പറഞ്ഞു, എന്നെ കളിയാക്കുവാണോ? എല്ലാരും എന്നെ മുഖം കണ്ട് എന്നെ കളിയാക്കിയതുള്ളൂ, അങ്ങൊന്നും എന്നെ കളിയാക്കുവാണെന്ന് ചോദിക്കാം. കളിയാക്കിയതല്ല, ശരിക്കും നല്ലൊരു വിഗ്രഹം. നമ്മൾ ഒരു വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കല്ലേ, ആ വിഗ്രഹത്തിന് അഴകോ അതിന് പുറമേ ഉള്ള സൗന്ദര്യമല്ല നമ്മൾ കാണുന്നേ. ഇപ്പൊ സുന്ദരിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഞാൻ ഈ പുറമേ ഉള്ള ഇതൊന്നും അല്ല കാണുന്നേ, സുന്ദരിയുടെ മനസ്സാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് സുന്ദരിയെ അത്ര ഇഷ്ടമായി. വേറുള്ളവരെങ്ങനെ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സുന്ദരിനെ കളിയാക്കാൻ പറഞ്ഞല്ല. എന്റെ ജീവിതത്തിലേക്ക് ശരിക്കും എനിക്ക് സുന്ദരിനെ ഇഷ്ടമാണ്. എനിക്ക് സുന്ദരിയുടെ സൗന്ദര്യത്തിൽ ആകർഷണമായിട്ടിരിക്കുന്നു. കാരണം ഞാൻ ഒരു സന്യാസിയാൻ പോയ ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം സൗന്ദര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഞാൻ പല പുരാണങ്ങളിലും കഥ വായിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം എനിക്ക് സുന്ദരിനെ ഇഷ്ടമെന്ന് പറയണം. സുന്ദരി ഒരിക്കലും പ്രതീക്ഷ വാക്കുകളല്ല. സുന്ദരിക്ക് സന്തോഷമായി. പിന്നീട് തന്റെ ദേഹത്തേക്ക് സുന്ദരിനെ വലിച്ചു ചേർത്ത് വെക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിക്കുന്ന സുന്ദരി പെട്ടെന്ന് കൈ അങ്ങോട്ട് കുതിര മാറി. പെട്ടെന്ന് ചോദിച്ചു, എന്താ, എന്ത് പറ്റി സുന്ദരി? ഞാൻ കെട്ടിപ്പിടിച്ച് ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ഇഷ്ടപ്പെടായികയാണെന്ന് ചോദിക്കണേ. അതല്ല, ഇന്ന് നോക്കിയേ, ചുറ്റുമുള്ളതൊക്കെ കണ്ടില്ലേ, ഒരു മറയൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നേ. ഓ, അതാണോ പ്രശ്നം? മറയാണോ സുന്ദരിക്ക് പ്രശ്നം? അതിപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം. ഒരു വാതില് പോലും ഇല്ല, ഒരു വീടുമല്ലോ, അത് കുഴപ്പമില്ല. വാതിലും മറയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് പുള്ളിക്കാൻ ഒരു നിമിഷം കണ്ണടിച്ച് പ്രാർത്ഥിച്ച് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം അവിടെ ഒരു വാതില് വരുവാണ്. സുന്ദരിക്ക് അത്ഭുതമായിരുന്നു. കണ്ടില്ലേ, ഒരു വാതില്. ഈ വാതിലിന് ചുറ്റും ഒരു മറയുണ്ടായിരിക്കും. ഇനി നമ്മളെ ആർക്കും ദർശിക്കാനായിട്ട് സാധിക്കില്ല. സുന്ദരിക്ക് സന്തോഷമായി. സുന്ദരിയോട് പറഞ്ഞു, സുന്ദരിക്ക് ഇനിയിപ്പോ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ദിക്കുമുട്ടുമോ എന്നുള്ളൊരു പേടി വേണ്ട. കാരണം ചുറ്റും അറിയാന്ന് പറഞ്ഞല്ലോ എങ്ങോട്ട് പോകണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ആ വാതില് പിടിപ്പിച്ചു വെച്ചേക്കുന്നത്. ആ വാതിലാണ് കിഴക്കേ വാതില്. അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കിഴക്കേ വശത്തേക്കാണ് പോകുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലെന്ന് പറയാം. എല്ലാം മനസ്സിലായെന്ന് സുന്ദരി പറഞ്ഞു. സുന്ദരിനെ പിന്നെ ചേർത്ത് നിർത്തുവാണ്. അങ്ങനെ അവരൊന്നാകുവാണ്. ഈ സമയം ഉണ്ണിമോൾക്ക് ഭയങ്കര സംശയം.
ഉണ്ണിമോള് പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ കിഴക്കവാതിലിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എന്താന്നുള്ള കാര്യം? എന്ന് മനസ്സിലായി. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു ഗിരിദേവ? അതാ എനിക്ക് അറിയണ്ടേ. സുന്ദരി, അവർ രണ്ടുപേരും നല്ലൊരു ജീവിതം തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, സന്യാസി കണ്ടത്, സന്യാസിയല്ല, ആദ്യ ആള് സന്യാസിയാൻ ആഗ്രഹിച്ചിരുന്ന ആളാ. അദ്ദേഹം കണ്ടത് ബാക്കി സൗന്ദര്യമല്ല, ആന്തരിക സൗന്ദര്യമായിരുന്നു. ഉണ്ണിമോ ഉണ്ണിമോൾക്ക് മനസ്സിലായോ? സുന്ദരിയുടെ കണ്ണുകളിലേക്ക് അയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണുകളിൽ കണ്ടത് കണ്ണുകളുടെ ആഴമല്ലായിരുന്നു, അവളുടെ മനസ്സായിരുന്നു. അവൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ട് വന്ന വേദനയായിരുന്നു, സൗന്ദര്യം ഇല്ലാത്തതിന്റെ പേരില്. പക്ഷെ അയാൾക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. അയാള് കണ്ടത് അവളുടെ മനസ്സാ, അവളുടെ മനസ്സിന്റെ വേദനയാ. അതുകൊണ്ടാണ് അവർ ഒന്നായത്. പക്ഷെ ആ ജീവിതത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ലെന്ന് പറയാ. ഉണ്ണിമോള് ചോദിച്ചു, അതെന്താ അങ്ങനെ? അവര് സന്തോഷത്തോടുകൂടിയാ ജീവിച്ചിരുന്നേ. സുന്ദരിക്ക് അയാളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുന്ദരി എന്ന് പേരിട്ട് തന്നെ നീ അത്ര സുന്ദരി ആയതുകൊണ്ടാണ് നിന്റെ അച്ഛൻ നിനക്ക് അങ്ങനെ പേരിട്ടെ. ഇത്ര സൗന്ദര്യം ഈ ലോകത്ത് ഒരു പെൺകുട്ടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ ഗിരിദേവ, പിന്നെ സുന്ദരിക്ക് എന്താ സംഭവിച്ചേ? ഇപ്പൊ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലോ എന്ന് പറയാം. ഉണ്ണിമോൾക്കറിയാലോ, ഒത്തിരി പ്രായം ഉണ്ടായിരുന്നു അയാൾക്ക്. അങ്ങനെ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് അയാള് മരണപ്പെട്ടെന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടമായി. എന്താ ഗിരിദേവ ഈ പറയണേ? പിന്നീട് ഗിരിദേവൻ ആ കഥ പറയാണ്. കാരണം മരണാസന്നായിട്ട് കിടക്കുവാണ് അയാള്. ഈ സമയത്ത് സുന്ദരി അടുത്തിരിക്കുന്നുണ്ട്. സുന്ദരിയോട് പറഞ്ഞു, സുന്ദരിക്ക് അറിയാലോ എനിക്ക് പ്രായം ഏറെയായി, എനിക്ക് മുകളിലേക്ക് പോകേണ്ട സമയമായി, എനിക്ക് മോശം കിട്ടാനുള്ള സമയമായി. പക്ഷെ എനിക്ക് സുന്ദരിയെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ടെൻഷനുള്ളൂ. എനിക്ക് വല്ലാത്ത ഭീതിയുണ്ട് സുന്ദരിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ട്. സുന്ദരി പറഞ്ഞു, എനിക്ക് അങ്ങൊന്നും വിടാൻ പറ്റില്ല, എനിക്ക് അങ്ങനൊന്നും കൂടി ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാ, എനിക്ക് സുന്ദരിയോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഒരുപക്ഷെ വിഷ്ണുപാദത്തിലേക്ക് ചെല്ലുവാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടും. പക്ഷെങ്കിൽ എന്തോ എനിക്ക് സുന്ദരിയെ വിട്ടു പോകാനായിട്ട് എനിക്ക് സാധിക്കില്ല, എൻ്റെ മനസ്സ് കഴിയുന്നില്ല എന്ന് പറയാം. സുന്ദരിക്കും വല്ലാത്ത വിഷമ. സുന്ദരി പറഞ്ഞു, അങ്ങ് മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ ഇടതുവശം ചേർന്ന് ഞാനും വരും, എനിക്കിവിടെ തന്നെ പറ്റില്ല, അങ്ങില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം. അങ്ങനെ പറയരുത്, ഞാൻ പോയാലും ഞാൻ പുനർജനിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പുനർജനിച്ച് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അറിയാലോ സുന്ദരി, അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നില്ല. പക്ഷേങ്കിൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. സുന്ദരിയുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ സാധിച്ചു തരാമെന്ന് പറയാം. എന്ത് വരാ സുന്ദരിക്ക് വേണ്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് സുന്ദരി ഒന്ന് ആലോചിച്ചു. സുന്ദരി പറഞ്ഞു, ഇവിടെ ഒത്തിരി ദേവതകളുണ്ടല്ലോ, 30 ദേവതകളുണ്ടെന്നല്ല പറഞ്ഞു. അതിലേതെങ്കിലും ഒരു ദേവതേനെ എൻ്റെ കൺമുന്നിൽ എനിക്കൊന്ന് കാണിച്ചു തരണം, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, അതിന് സാധിക്കാൻ പറ്റുമോ അങ്ങൊന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം, സുന്ദരിയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട സുന്ദരി സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ബാക്കി വിശേഷം എന്താണെന്ന് അറിയത്തില്ല. സുന്ദരിക്ക് എന്ത് സംഭവിച്ചെന്നോ, ഈ ചെറുപ്പക്കാരെ ഇങ്ങനെ വേട്ടയാടുന്നതിന് കാരണം എന്താണെന്ന് അറിയത്തില്ല. അതിന് ബാക്കി വിശേഷങ്ങൾ ഇനി വരാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. അപ്പൊ ഇന്നലെ പ്രൊമോ വിശേഷം ഇടാൻ പറ്റില്ല കേട്ടോ, കാരണം മഴ ആയതുകൊണ്ട് കറണ്ട് ഒന്നും ചില സമയത്ത് നമ്മൾ കാണത്തില്ല. അങ്ങനെ ഒരു നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല വീഡിയോ. ഇപ്പം തന്നെയായാലും കറണ്ടൊന്നും ഇല്ല. പിന്നെ ഞാൻ മൊബൈലിൻ്റെ വെട്ടത്തിലൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ വെട്ടത്തിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.